കയ്യും കാലും കെട്ടിടാൻ പറ്റുമോ? ഇല്ല. നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഇവരുടെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് ഒരു മൂലക്ക് ഇരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതിപ്പോൾ കോടതിനെ കൊണ്ട് സാധിക്കില്ല, അവരുടെ വീട്ടുകാരെ കൊണ്ട് സാധിക്കില്ല, അത് കാണുന്ന നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അവരവർ ചെയ്യുന്നത് ചെയ്യട്ടെ എന്ന് വിചാരിക്കാൻ അതും നമുക്ക് സാധിക്കില്ല, പറ്റുകയില്ല. കാരണം ഇവൻ അവിടുത്തെ ആ അമ്പലത്തിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് മുമ്പാണെങ്കിലും കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണെങ്കിലും ഈ സോഷ്യൽ മീഡിയ വലിയ ഇത് ഇല്ലാതിരിക്കുന്ന സമയമാണെങ്കിൽ അവിടെ ആർക്കും വേണമെങ്കിലും വീഡിയോ എടുക്കാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും അമ്പലത്തിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ പോലുള്ളവർ, അതായത് ഒരു പബ്ലിസിറ്റിക്കും കുറച്ച് കലാപത്തിനൊക്കെ വേണ്ടി, അതായത് സോഷ്യൽ മീഡിയയിൽ ഒന്ന് നിറഞ്ഞു നിൽക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ചർച്ചാ വിഷയമാവാൻ വേണ്ടി ഇവരെ പോലുള്ളൊരു വീഡിയോ എടുത്ത് മോശമായ കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊരു ചർച്ചാ വിഷയമായി അവിടെ ആർക്കും അത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് ഇപ്പോൾ അവിടെ ആർക്കും തന്നെ ഇതേപോലെ ഒരു വീഡിയോ എടുക്കാനോ, ആ നടയിൽ വെച്ചിട്ട് അങ്ങനെ ഒരു റീൽസ് ക്രിയേറ്റ് ചെയ്യാനോ ഒരു വീഡിയോ എടുക്കാനോ ഒന്നിനും തന്നെ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് മൊത്തത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇവർ തന്നെ കൊണ്ടുവന്നു. ഇതിന് വേണ്ടി ഇവരുടെ പേരിൽ കേസും വന്നു. ഇപ്പോൾ അത് വീണ്ടും ആ സെയിം കേസ് തന്നെ ഉണ്ടായിട്ട് എന്തൊരു വിലയുടെ കൊടുക്കണം. നമ്മുടെ നിയമത്തിൻ്റെയൊക്കെ ഒരു പവറൊന്ന് ആലോചിച്ച് നോക്കി. ഇവരെ പോലുള്ളവർ ഒരു വിലയിലാണ്. ഈ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീണ്ടും ഗുരുവായൂരിൽ റീൽസ് ചിത്രീകരണം നടന്നിരിക്കുന്നു. പടിഞ്ഞാറേ നടയിൽ നിന്ന് റീൽസ് ചിത്രീകരിച്ചതിന് ജസ്ന സലീമിനെതിരെ സെയിം കേസാണ്. ഒരാഴ്ച കൊടുത്ത കേസാണ് സെയിം. ഇവർക്കെതിരെ വീണ്ടും കേസെടുത്ത്. ഫസ്റ്റിലെ കേസെടുത്ത് വെറുതെ വിട്ടതുകൊണ്ടല്ലേ അവർ രണ്ടാമത് ഇത് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മതപ്പിരാന്ത അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു കലാപം ഉണ്ടാക്കുക. അത് അവിടെ അമ്പലത്തിൽ പോണേന് ആരും തടയൂല. അത് ഏത് മതക്കാരവിടെ ചെല്ലുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആരും തടയണില്ല. അവിടെ പോവുക, നിങ്ങളുടെ ആവശ്യം എന്താണോ ചെയ്യുക, പോരുക. അതിനെ ഒരാൾ കുറ്റം പറയാനോ ഒരാളും തടയാനോ നിൽക്കുന്നില്ല. അവിടെ പോയി കോപ്രായം കാണിച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതേ ഞാൻ ചെയ്യുള്ളൂ സാറ്. അതിപ്പോൾ നിങ്ങൾ എത്ര തല്ലിയാലും അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞാൽ കൈയും കാലം കെട്ടിയിടാൻ നമ്മളതിന് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കാണുക. കോടതി നിയമം നല്ല രീതിക്ക് അവർക്ക് നല്ല രീതിക്ക്, അതായത് ഇനി ഒരിക്കലും അവർ ചെയ്യരുതാത്ത രീതിക്ക് നമ്മുടെ നിയമം അവർക്ക് ഒരു പണി കൊടുത്തതിനാണല്ലോ ഒരു പക്ഷേ അതിലൊരു മാറ്റം വരാം. എൻ്റെ ഒരു ചിന്താഗതി അതാണ്. സത്യം ഈ ന്യൂസുകൾ കാണുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കും, ഇവർ എന്തിനാ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ ഒരു കലാപത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ചർച്ചാ വിഷയം നമ്മൾ തന്നെ ഇതെടുത്ത് മേ ബി നമ്മളെടുത്ത് സംസാരിക്കുന്നു. ഇതേപോലെ ആവാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്നതെന്ന് എനിക്ക് പിടുത്തം കിട്ടിയുള്ളൂ. ഇവരുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ ഒരു ജാതി മുതൽ അറച്ചിട്ട് കൊള്ളാം സത്യം പറഞ്ഞാൽ.